ഞാൻ നടീനെ പറഞ്ഞോളൂ, വെടിന്ന് പറഞ്ഞിട്ടില്ലേ. ബോബി ചെമ്മണ്ണൂരും ഹണി റോസും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അതിൻ്റെ എല്ലാ സീമുകളും ലംഘിച്ചു വരികയാണ്. ഹണി റോസ് പറയുന്നത് തൻ്റെ പേഴ്സണലായ ഇടങ്ങളിലേക്ക് മറ്റൊരാൾ കയറി വന്ന് ബുദ്ധിമുട്ടിക്കുന്നു. മാത്രമല്ല, താൻ ഇടുന്ന സമൂഹ മാധ്യമങ്ങളുടെ പോസ്റ്റുകൾക്ക് പിന്നാലെ ഒരാൾ വന്ന് നിരന്തരം ഉപദ്രവിക്കുകയും മോശം കമൻറ്റുകൾ ഇടുകയൊക്കെ ചെയ്യുന്നു. അപ്പം ഒരു ഉദ്ഘാടനത്തിനോ ഒരു ചടങ്ങിനോ പോകുന്ന ഒരു സിനിമാ നടി, അവർ ഉപയോഗിക്കുന്ന വസ്ത്രം എന്ത് വേണം, അവരേത് രീതിയിൽ നടക്കണം, അവരെങ്ങനെ അണിഞ്ഞൊരുങ്ങി ചെല്ലണം, അതൊക്കെ ഒരു വ്യക്തിയുടെ ഇഷ്ടമാണ്. ആ വ്യക്തിയുടെ ഇഷ്ടങ്ങളെ മാനിക്കാതെ അവരെ നിരന്തരം പിന്നാലെ നടന്ന ഒരാൾ അപഹസിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരെ മോശം പറയുകയാണെങ്കിൽ അതിനെ ഉൾക്കൊള്ളാൻ മലയാള സമൂഹം അത് യോജിക്കില്ല. പക്ഷേ ഈ പറയുന്ന പ്രേക്ഷകരടക്കം സാമാന്യ ജനങ്ങളടക്കം വലിയൊരു വിഭാഗം ഹണി റോസിനെതിരെ പൊതുസമൂഹത്തിൽ പോസ്റ്റുകൾ ഇട്ടുകൊണ്ടേയിരിക്കുന്നു. അവർക്കെതിരെ കൊച്ചി പോലീസ് നടപടിയും എടുത്തുകൊണ്ടിരിക്കുന്നു. ഇതിൽ ആരുടെ ഭാഗത്താണ് ശരി? ശരിക്കും ഇപ്പം നമ്മൾ സ്ഥിരം വാർത്ത എടുക്കുന്നവരാണ്. ഇപ്പോൾ ഒരു പുരുഷൻ മാധ്യമ പ്രവർത്തകനായാൽ അവൻ ചെയ്യുന്ന വാർത്തയുടെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് കുറച്ചുകൂടി ഡീസൻസി ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. പക്ഷെ ഒരു സ്ത്രീ മാധ്യമ പ്രവർത്തക ഇരുന്ന വാർത്ത ചെയ്താൽ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ കണ്ടാൽ സത്യത്തിൽ നമുക്ക് തന്നെ നമ്മളോടൊരു സങ്കടവും ദേഷ്യവും വെറുപ്പും ഒക്കെ തോന്നും. കാരണം നിസ്സാര ഒരു കാര്യം, എൻ്റെ ഈ മൂക്കിൻ്റെ താഴെയുള്ള ഈ മറുക്, ഇത് പിന്നെ വാർത്തകളിൽ പലപ്പോഴും പലരത് പോസിറ്റീവായിട്ട് പറയും. പക്ഷെ ഒരു സ്ഥിരം ഒരു ഐഡിയയിൽ നിന്ന് വരുന്നത് വളരെ മോശമായി, വളരെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് ഉള്ള കമൻറ്റുകളാണ് വരുന്നത്. സഭ്യമേ അല്ല, അത്രയും മോശമായ കമൻറ്റാണ് ആ ഒരു ഐഡിയയിൽ നിന്ന് മാത്രം വരുന്നത്. അത് ഞാൻ ഇപ്പം ഞാനിവിടെ നമ്മുടെ MD ആയിട്ട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു സൈബർ പോലീസിൽ പരാതി കൊടുക്കും, ബാക്കി അവർ നോക്കിക്കോളുമെന്ന് പറഞ്ഞു. പക്ഷേ പരാതി കൊടുക്കുന്നതിനപ്പുറം നമ്മൾ ഈ ഇടുന്ന കമൻറ്റ് അതിൻ്റെ താഴെ വരുന്നവരൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ താഴെ അടുത്ത് മറ്റൊരാൾ വന്ന് ഇതിലും മോശമായ കമൻറ്റ് ഇടും. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ വെടി, ചരക്ക്, പോക്ക് കേസ്, പിന്നെ വീട്ടിലിരിക്കുന്ന അച്ഛനും അമ്മമാരെ അനാവശ്യം പറയുക. അപ്പോൾ ഒരു സ്ത്രീ എന്ന രീതിയിൽ എന്തും വിളിച്ചു പറയാം. സ്ത്രീക്ക് ഇങ്ങനെ നടക്കാവൂ, ഇങ്ങനെ സംസാരിക്കാവൂ, ഇങ്ങനെ വസ്ത്രം ധരിക്കാവൂ, ഇത്തരത്തിൽ അവൾ സമൂഹത്തിൽ ഇറങ്ങി നടക്കാവൂ എന്നൊക്കെയുള്ളൊരു രീതിയിലാണ് പലപ്പോഴും പുരുഷന്മാരുടെ, അല്ലെങ്കിൽ എല്ലാ പുരുഷന്മാരും ഒന്നും ഞാൻ പറയുന്നില്ല, സ്ത്രീയെ സ്ത്രീയായി കാണുന്ന പുരുഷന്മാരുണ്ട്, അവരെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലാത്തവരാണ്. ഇപ്പോൾ ബോച്ചെ ഒരു പരിപാടിക്കിടയിൽ സംസാരിച്ച ഒരു പിന്നെ ചില വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത്. നടിയെന്നല്ലേ ഞാൻ പറഞ്ഞത്, വെടിയെന്നല്ലല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം എന്തുദ്ദേശിച്ചാണ് അത് പറയുന്നത് എന്നെനിക്കറിയില്ല. കുറേ നാളുകൾക്ക് മുൻപ്, കുറേ വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലൊരു വെടി എന്ന പ്രയോഗം നടത്തിയത് PC ജോർജാണ്. കന്യാസ്ത്രീമാരുടെ ഒരു പ്രശ്നം നടന്ന സമയത്ത്, ബിഷപ്പ് ഫ്രാങ്കോയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം നടന്ന സമയത്ത് ആ കന്യാസ്ത്രീകളെ വെടി എന്ന് വിളിച്ചാണ് അദ്ദേഹം അഭിസംബോധന ചെയ്തത്. പിന്നീട് അദ്ദേഹത്തോടൊപ്പം ഞാനൊരു ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, വെടി എന്ന് ഉദ്ദേശിച്ചത് എന്തർത്ഥത്തിലാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളുടെ നാട്ടിൽ സ്ത്രീകളെ അങ്ങനെ വിളിക്കുന്ന ഒരു രീതിയില്ല. അദ്ദേഹം അത് ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. പക്ഷെ സാമാന്യ ബോധമുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ഈ സ്ത്രീയെ ഒരു പ്രത്യേകതരം സ്ത്രീകളെ, അതായത് മോശപ്പെട്ട് നടക്കുന്ന സ്ത്രീകളെ വിളിക്കുന്ന പേരാണ് വെടികൾ എന്നുള്ളതാണ് ഇവരൊക്കെ വെച്ചിരിക്കുന്ന മുൻധാരണകൾ എന്ന് പറയുന്നത്. ഇവിടെ ഹണി റോസ് കുറേ നാളുകളായി അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ബോഡി ഷെയ്മിംഗ് ഉണ്ട്. പലപ്പോഴും അവർ അതിൻ്റെ അവർ മുന്നോട്ട് വന്നത് പ്രതികരിക്കുന്നില്ല എങ്കിൽ പോലും അവർ അനുഭവിക്കുന്ന വേദന, അതൊക്കെ നമ്മൾ ഓരോ കമൻറ്റിലൂടെ നമ്മളോരോ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ സ്ത്രീ അനുഭവിക്കുന്ന വേദന എന്തായിരിക്കും എന്നുള്ളത്. വച്ചുകെട്ടലുകളെക്കുറിച്ച്, അവരുടെ ഉദ്ഘാടനങ്ങൾ പോകുന്നതിനെക്കുറിച്ച് ഈ ബോച്ചെ തന്നെ പറയുന്നുണ്ട്. ഒരു രാത്രി അവരെ കിട്ടുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഈ ബോച്ചയെ പലരും വിളിക്കാറുണ്ട് എന്നൊക്കെ. അപ്പം ഇങ്ങനെ ഒരു സ്ത്രീയെക്കുറിച്ചൊക്കെ വളരെ മോശമായി അത് ആര് സംസാരിച്ചാലും അത് വളരെ തെറ്റാണെന്നേ ഞാൻ പറയും. ഇന്നലെ 60 വയസ്സായ ഒരാളാണ്, എനിക്ക് തോന്നുന്നു ഹണി റോസിൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള ഒരാളാണ് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ആ പെൺകുട്ടിയെക്കുറിച്ച് വളരെ മോശമായി കമൻ്റ് ഇട്ടത്. അയാൾ അറസ്റ്റ് ചെയ്തു. ഇപ്പോഴും അറസ്റ്റുകൾ നടക്കുക എന്നാണ് നമുക്ക് പുറത്തു വരുന്ന വിവരങ്ങൾ. എന്തായാലും ഹണി റോസ് രണ്ടും കൽപ്പിച്ച് തന്നെയാണ്, നിയമപരമായി ഇതിനെ ഏതൊക്കെ തരത്തിൽ നേരിടാം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഇനി ഒരു നമ്മൾ പറയും, നമ്മൾ എല്ലാ വാർത്തയിലും പറയും, ഇനി ഒരാൾക്കും ഈ ഗതി ഉണ്ടാകാതിരിക്കട്ടെ, ഇനി ഒരാൾക്കും ഇത്തരത്തിൽ ആളുകളിൽ നിന്ന് മോശം കമൻറ്റുകൾ ഉണ്ടാകാതിരിക്കട്ടെ എന്നൊക്കെ നമ്മൾ വെറുതെ പറയുന്നതാ. ഇപ്പം നമ്മളിരുന്ന് ഈ വാർത്ത ചെയ്യുമ്പോഴും ഇതിൻ്റെ താഴ്ഭാഗത്ത് വരുന്ന കമൻറ്റുകൾ എനിക്കെതിരെ വളരെ മോശമായ രീതിയിലായിരിക്കും. ഇതൊന്നും നമ്മൾ എത്ര സൈബർ പോലീസിന് കൊടുത്താലും ചില ഞരമ്പ് രോഗികൾക്ക് അവർക്കതൊരു ഹരമായി മാറിയിരിക്കുകയാണ്. അവരത് മാറ്റില്ല എന്നുള്ളതാണ്.
ബോച്ചയെ സംബന്ധിച്ചിടത്തോളം ബോച്ചയെല്ലാം ഇങ്ങനെ വെട്ടി തുറന്ന് പറയുന്ന ഒരാളാണ്. ഞാനൊരു സിമ്പിളായിട്ടൊരു കാര്യം പറയാം. ഈ സോഷ്യൽ മീഡിയയിലുള്ള പോസ്റ്റുകളുമായി ബന്ധപ്പെട്ടാണല്ലോ പണ്ട് സോഷ്യൽ മീഡിയ ആളുകളല്ല, ചില വ്യക്തികൾ പറഞ്ഞിരുന്നത് ഇതൊരു ചന്തയാണ്. അതായത് ചന്ത എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ആളുകൾ വരികയും എല്ലാ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലം. ഈ സ്ഥലത്ത് സഭ്യമായ കാര്യങ്ങൾ സംസാരിക്കുന്ന ആളുകളുണ്ടാവും, വളരെ ഡീസൻ്റായി സംസാരിക്കുന്ന ആളുകളുണ്ടാവും, രണ്ടുപേരെയും കൂടെ മിങ്കിൾ ചെയ്തുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ടാവും, കച്ചവടക്കാരും ഉണ്ടാവും, അല്ലേ? ഇപ്പം നമ്മൾ മീൻ വിൽക്കുന്നിടത്ത് ചെന്ന് കഴിഞ്ഞാൽ മീൻ വിൽക്കുന്ന ആളുകൾ ഒരു പ്രത്യേക താളത്തിലായിരിക്കും, സ്ത്രീകളായാലും പുരുഷന്മാരൊക്കെ സംസാരിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിൽ ഇപ്പോൾ 300 രൂപ വിലയുള്ളൊരു മീൻ 150 രൂപയ്ക്ക് തരുമെന്ന് ചോദിച്ചാൽ അവർ നല്ല തെറിവാക്കണം, അല്ലേ? ഇപ്പോൾ തിരുവനന്തപുരത്തെയും കൊല്ലത്തെയൊക്കെയുള്ള കടപ്പുറത്തേക്ക് ചെന്ന് നമുക്കതറിയാവുന്ന തെറിയ പറയുന്നത്. പക്ഷേ നല്ല ഇൻസൈഡൊക്കെ ചെയ്ത് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് ചെന്ന് മാന്യമല്ലാത്ത രീതിയിലാണ് ചോദിച്ചെങ്കിൽ അവരുടെ വേഷം ഭാവം നോക്കിയിട്ടില്ല, അപ്പം തിരിച്ചു വരും എന്ന് പറയുന്നവരാണ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയിൽ നമ്മളിടുന്ന ഫോട്ടോസ് എങ്ങനെയാണ് നോക്കുന്നത്? നമ്മൾ വീട്ടിൽ നിൽക്കുന്ന ഡ്രസ്സിൽ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ഈ വേഷഭൂഷാദികളോടെ ഒന്നും നമ്മൾ പോസ്റ്റ് ഇടില്ല. നമ്മളെപ്പോഴും നമ്മളെ കൂടുതൽ സുന്ദരന്മാരാക്കി സുന്ദരികളാക്കിയാണ് പോസ്റ്റ് ഇടുന്നത്. അപ്പോൾ സമൂഹ മാധ്യമങ്ങൾ അങ്ങനെ പോസ്റ്റ് ഇടുന്നത് എന്തിനു വേണം? മറ്റുള്ളവരുടെ അട്രാക്ഷൻ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അട്രാക്ഷൻ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പങ്കെടുക്കുന്ന ചടങ്ങുകളുടെയോ നമ്മൾ പോകുന്ന ഫംഗ്ഷനുകളുടെയോ ഒക്കെ പോസ്റ്റുകൾ നമ്മൾ ഇടാറുണ്ട്. ഈ പോസ്റ്റിൽ വളരെ ഡീസൻ്റായ ആളുകൾ മാത്രം കമൻറ്റ് ചെയ്യൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം സോഷ്യൽ മീഡിയ എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. ആ ഉപയോഗിക്കുന്നിടത്ത് പല ആളുകളും പല രീതിയിൽ കമൻറ്റ് ചെയ്യും. ഏറ്റവും ഉചിതമായ മാർഗ്ഗം എന്താ? നമ്മൾ റിയാക്ട് ചെയ്യാതിരിക്കുക. ഇനി റിയാക്ട് ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവും നെഗറ്റീവായിട്ടുള്ള സാധനം പറയും. ഇപ്പോൾ ധന്യ പറഞ്ഞു, ധന്യയുടെ മൂക്കിൻ്റെ അറ്റത്ത് ഒരു മറുകൊണ്ട് വളരെ മോശമായി കമൻറ്റ് പറയുന്നത്. അപ്പോൾ സ്ഥിരമായി ഒരാൾ ഇങ്ങനെ കമൻറ്റ് പറയുമ്പോൾ അയാളുടെ ഉദ്ദേശം ഒട്ടും നല്ലതല്ല. മാത്രമല്ല എല്ലാ പോസ്റ്റിൻ്റെ അടിയിലും വന്ന് ഇങ്ങനെ ഇടുന്നതിനാ പിന്നെ അയാൾക്ക് ഗൂഢുദ്ദേശമുണ്ട്. അപ്പം താൻ എന്ത് തെമ്മാടിത്തരം പറഞ്ഞാലും തന്നെ പിടികൂടില്ലെന്നും താനിടുന്ന തെമ്മാടിത്തരത്തെ കുറേ പേര് എൻജോയ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അതൊരു സാഡിസ്റ്റിക് മെൻറ്റാലിറ്റി ഉള്ളതുകൊണ്ടാണ്. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ നന്നാക്കാനൊന്നും പറ്റില്ല. എല്ലാ ആളുകളെയും നന്നാക്കി ഒരേ വഴിയിലൂടെ കൊണ്ടുപോകാൻ പറ്റില്ല. ബോബി ചെമ്മണ്ണൂർ ഒരു പരിപാടിക്ക് ഹണി റോസിനെ വിളിക്കുകയും വിളിച്ച പരിപാടിയിൽ വെച്ച് ദ്വയാർത്ഥപരമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് റിയാക്ട് ചെയ്യാമായിരുന്നു. എന്തുകൊണ്ട് റിയാക്ട് ചെയ്തില്ല? ഇനി അവരെ അവിടെ ഗസ്റ്റായിട്ട് വിളിക്കുന്നത് വെറുതെ ഒന്നുമല്ലല്ലോ, പൈസ കൊടുത്തിട്ടായിരിക്കും, അല്ലെങ്കിൽ സമ്മാനങ്ങൾ കൊടുത്തിട്ടായിരിക്കും. അങ്ങനെ കൊടുക്കുമ്പോൾ വിളിച്ച മുതലാളിയുടെ അടുത്ത് വെച്ച് റിയാക്ട് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ആ ദിവസത്തെ ചടങ്ങാണ്. പിന്നീട് ഇത്തരത്തിൽ മോശമായി പെരുമാറിയ ആളുടെ അടുത്ത് വെച്ച് അവർ ഒരു ചടങ്ങിലും പങ്കെടുക്കുന്നില്ല, അവർ മറ്റു പല ചടങ്ങുകളിലും പങ്കെടുക്കുന്നു. അവരുടെ വേഷഭൂഷാദികളിലോ ഒരാളെ നമ്മൾ ബോഡി ഷേവിങ് നടത്താൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അവരവരുടേതായ രീതിയിൽ വസ്ത്രധാരണം നടത്തുകയോ നടക്കുകയോ ഇരിക്കുകയോ നിൽക്കുകയോ എന്ത് ചെയ്തോട്ടെ, ഡാൻസ് ചെയ്യുകയോ എന്ത് ചെയ്തോട്ടെ, അത് ആസ്വദിക്കണമെങ്കിൽ ആസ്വദിച്ചോളൂ. ഇനി ഇഷ്ടമല്ല നമ്മളത് നോക്കാതിരുന്നാൽ മതി. നിങ്ങളെ ആരും പിടിച്ച് നിർബന്ധിച്ച് ഇപ്പം ഈ സോഷ്യൽ മീഡിയ വാച്ച് ചെയ്യില്ലെങ്കിൽ വെടിവെച്ച് കൊല്ലും എന്നൊന്നും ആരും പറയില്ലല്ലോ. അപ്പോൾ ബോബി ചെമ്മണ്ണൂരിൻ്റെ നടപടി ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല, ഹണി റോസ് എടുത്ത നടപടി തെറ്റാണെന്നും പറയുന്നില്ല. പക്ഷേ ചെയ്യേണ്ട കാര്യങ്ങളിൽ ഇരു കൂട്ടർക്കും ചില മിതത്വം പാലിക്കാമായിരുന്നു. ഇനി ഇതെല്ലാം ഉണ്ടായിട്ടും അവർ പോലീസിൽ പരാതി നൽകി. ലക്ഷ്യം ബോബി ചെമ്മണ്ണൂരാ. പക്ഷേ ചെന്ന് വീഴുന്നതോ ഇവരെ സ്ഥിരമായി കമൻറ്റ് പറയുന്ന സോഷ്യൽ മീഡിയയിൽ പരസ്യമായി അപഹസിക്കുന്ന പല ആളുകളും ചെന്ന് വീഴുന്നു. 60 വയസ്സുള്ള ഒരാൾ പോലും ഇങ്ങനെ ഒരു പെൺകുട്ടിക്കെതിരെ മോശം കമൻറ്റ് ഇടുക എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷേ ഇതാണ് സമൂഹം, ഇതാണ് സോഷ്യൽ മീഡിയയുടെ ഗുണവും ദോഷവും. എത്രയോ കോടികൾ ചെലവഴിച്ചിട്ടാണ് സായിപ്പ് നമുക്ക് ഈ സോഷ്യൽ മീഡിയ തരുന്നത്. ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നതിന് പുറത്ത് എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒരു മാസം എത്ര രൂപ ധന്യ ഫേസ്ബുക്കിന് കൊടുക്കുന്നുണ്ടോ? ഒരു പൈസയും കൊടുക്കുന്നില്ല. ധന്യ എത്ര നാളായിട്ട് ജിമെയിൽ ഉപയോഗിക്കുന്നത്? എത്ര പൈസ കൊടുക്കുന്നുണ്ട്? ഒരു പൈസ കൊടുക്കുന്നില്ല. ജിമെയിലും ഫേസ്ബുക്കും ഒക്കെ ഉപയോഗിക്കാൻ സെർവറുകൾ വെച്ച് ഇത്രയും സാധനം നിങ്ങൾക്ക് തരുന്ന സായിപ്പിന് തലയ്ക്ക് ഓളമായിട്ടാണോ? അല്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അമേരിക്കക്കാരൻ്റെ ബുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിക്ക് ഒരുപാട് അപ്പുറമാണ്. എത്രയോ കാലങ്ങളായി ഫേസ്ബുക്കും ഈ ജിമെയിലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ അവർ അവസരം തരുന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായ പ്ലാറ്റ്ഫോമും അജണ്ടകളുമുണ്ട്. നമ്മുടെ രാജ്യത്തെ എങ്ങോട്ട് നയിക്കണമെന്നും ആ രാജ്യത്തിൻ്റെ ചിന്താഗതികൾ എങ്ങോട്ട് പോകണമെന്നും ഒരു ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ ആ ഇലക്ഷൻ ആർക്ക് അനുകൂലമാകുമെന്നൊക്കെ ചിന്തിക്കാനാണ്. ധന്യ ഇപ്പോൾ നാളെ വന്നിട്ട് തൻ്റെ മൊബൈൽ ഫോൺ എടുത്തിട്ട് ബോബി ചെമ്മണ്ണൂർ ഇങ്ങനെ പറഞ്ഞോ എന്ന് പറഞ്ഞ് നോക്കും. ശരി, നോക്കിക്കഴിഞ്ഞു. അടുത്ത ദിവസം വെറുതെ മൊബൈൽ എടുത്ത് നോക്കിയാൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ മറ്റൊരു അതെങ്ങനെയാണ് ഈ ഇത് കണ്ടെത്തിയത്? അപ്പോൾ അത്തരം കാര്യങ്ങൾ പോലും കണ്ടെത്താൻ കഴിയുന്ന രീതിയിൽ ടെക്നോളജി വളർത്തി. ആ ടെക്നോളജി വളർത്തിയ സായിപ്പ് നമ്മൾ തമ്മിൽ അടിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല, അവൻ്റെ കച്ചവടം നടക്കണം. അപ്പോൾ നമ്മൾ ആ സോഷ്യൽ മീഡിയ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് മുന്നോട്ട് പോകണം. ഹണി റോസിൻ്റെ ഭാഗത്ത് ശരിയാണെങ്കിൽ പോലീസ് നടപടിയെടുത്ത് അങ്ങനെ പോകണം. ബോബി ചെമ്മണ്ണൂരിൻ്റെ കയ്യിൽ കൂടുതൽ പൈസ ഉള്ളത് കൊണ്ട് ഞാൻ എന്തും ചെയ്യാമെന്നുള്ള അഹംഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റണം. അതൊക്കെ തന്നെ നിയമപരമായി നിയമ നടപടിക്കുള്ളിൽ വേണം. അല്ലാതെ ഇവർ രണ്ടുപേരും ചെയ്ത് തെറ്റാണെന്നും ഇവർ രണ്ടുപേരും ചെയ്ത് ശരിയാണെന്ന് നമ്മൾ പറയുന്നില്ല. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എല്ലാത്തരം ആളുകളും ഒന്നിച്ച് ഇഴുകിച്ചേരുന്ന ഒരു സ്ഥലമാണ്. അവിടെ നമ്മൾ പുലർത്തേണ്ട മാന്യത നമ്മൾ പുലർത്തുകയും മാന്യത പുലർത്താത്ത ആളുകളെ കൃത്യമായ അകലത്തിൽ മാറ്റി നിർത്തുകയും ചെയ്യണം. അത് ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം, ഓരോ ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ലോകത്തിലെ ഓരോ വ്യക്തിയെ
സംബന്ധിച്ചിടത്തോളം അവൻ എടുക്കേണ്ട തീരുമാനമാണ് അല്ലേ? അതെ, ശരിയാണ് സിനിജി. സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കണം, അത് നല്ല രീതിയിൽ ഉപയോഗിക്കണം മോശം രീതിയിൽ ഉപയോഗിക്കണോ എന്ന് ചിന്തിക്കേണ്ടത് നമ്മളാണ്. ആ ലെവലിൽ മുന്നോട്ട് പോട്ടെ. ഏതായാലും ഹണി റോസ് കൊടുത്ത പരാതിയിൽ കൃത്യമായ നടപടികൾ പോലീസ് സ്വീകരിക്കുന്നുണ്ട്. ഇനി ഹണി റോസിന്റെ ലക്ഷ്യം ബോച്ചയാണ് എങ്കിൽ, ബോച്ച പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ട് എങ്കിൽ അത് തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. സ്ത്രീ സമൂഹത്തിന് മുഴുവൻ അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. അദ്ദേഹം പല കാര്യങ്ങളും തിരുത്താൻ തയ്യാറാകുന്ന ഒരാളും കൂടിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഇരുഭാഗത്തും നീതി ഉണ്ടാകട്ടെ.